പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ജീലാനി ദിനമാണ്. മഹാനായ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ വഫാത്ത് ദിനമാണ്. നമുക്ക് ആ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും എന്താണ് പഠിക്കാനുള്ളത്? നമുക്കതറിയണ്ടേ? അവരൊക്കെ അള്ളാഹുലേക്ക് എങ്ങനെയാണ് അടുത്തത്? അവരെപ്പോലെ നമുക്കാവാൻ പറ്റുമോ? ഇനി അവരെപ്പോലെ ആവാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവർ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും? മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പകർത്തിയെടുക്കേണ്ടത് എന്ന വിശാലമായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ശൈഖ് ജീലാനി തങ്ങളെ പറ്റിയുള്ള ചെറിയൊരു അനുസ്മരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ കടത്തട്ടെ. വിശാലമായ കാര്യങ്ങൾ പറയുന്നു. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ മറക്കണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും റബ്ബ് തആല എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും ഇരുലോക വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി അനവധി ആളുകൾ നൂറ് നീറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറയുന്നു. അല്ലാഹുവേ, ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ഹലാലായ മുറാദുകൾ അവരുടെ ഞങ്ങളുടെ ഹാസിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഉള്ളത് ജീലാനി ദിനത്തിലാണ്. ജീലാനി ദിനം അല്ലെ, റബീഉൽ ആഖിർ 11ാമത്തെ ദിവസമാണ് ജീലാനി ദിനമാണ്. ജീലാനി ദിനം എന്ന് പറഞ്ഞാൽ മഹാനായ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ വഫാത്ത് ദിനമാണ്. മഹാനവറുകൾ വഫാത്തായ ദിവസമാണ് ഈ റബീഉൽ ആഖിർ 11. അള്ളാഹുവെ പടച്ചവനെ, അവരോടൊപ്പം ഞങ്ങൾക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയായി സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ജീലാനി ദിനമാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ മഹല്ലത്തുകളിൽ, പല വീടുകളിലുമൊക്കെ ഇന്ന് ജീലാനി അനുസ്മരണം നടക്കും. എങ്ങനെയാ ജീലാനി അനുസ്മരണം? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയുന്നു. മഹാനവറുകളുടെ ജീവിതം പറഞ്ഞിട്ട് അനുസ്മരിക്കുന്നു. മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ ആ ജീവിതം, മഹാനവകൾ എങ്ങനെയാണ് ജീവിച്ചത്, മഹാനവകളുടെ ജീവിതത്തിൽ നിന്നും എന്താണ് നമ്മൾ പകർത്തിയെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുസ്മരിക്കുന്ന സദസ്സ് ഇന്ന് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നു. ഇന്നലെയും നടന്നു, ഇന്നും നാളെയൊക്കെയായി ഈ മാസം അവസാനിക്കുന്നത് വരെ ജീലാനി അനുസ്മരണം നടക്കും. അതുപോലെ തന്നെ മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് രചനകൾ നടന്നിട്ടുണ്ട്. അത് ഖുതുബിയത്തിൻ്റെ രൂപത്തിലും മൗലിദിൻ്റെ രൂപത്തിലും മാലയുടെ രൂപത്തിലും പാട്ടുകളുടെ രൂപത്തിലും ഗദ്യത്തിലും പദ്യത്തിലുമായി മഹാനവറുകളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന ഒരുപാട് രചനകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പാരായണം ചെയ്യൽ ഇന്ന് പല വീടുകളിലും മഹല്ലത്തുകളിലും പള്ളികളിലും ഒക്കെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാം ഖൈറിലാക്കട്ടെ, സലാമത്തിലാക്കട്ടെ. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ആമീൻ. മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആ ജീവിതം A to Z കാര്യങ്ങൾ എന്ന് തന്നെ പറയാം അല്ലേ. മഹാനവറുകളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് AD 1572 ജനിക്കുകയും 1616 വഫാത്തായ, തൻ്റെ 44ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ, കോഴിക്കോട് കുറ്റിച്ചിറയിലെ ജുമാ മസ്ജിദിൻ്റെ ചാരെ അന്തർവിശ്രമം കൊള്ളുന്ന മഹാനായ ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് മുഹയ്യിദ്ദീൻ മാല രചിക്കുന്നത്. 44 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചതെങ്കിലും 400 വർഷത്തെ സംഭാവനകൾ ഇസ്ലാമിക ലോകത്തിന് ചെയ്തിട്ടാണ് മഹാനവറുകൾ വഫാത്തായതെന്നാണ്. അപ്പോൾ മഹാനവറുകൾ രചിച്ച മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതം അനുസ്മരിക്കുന്ന മുഹയ്യിദ്ദീൻ മാല, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സ് ഇന്ന് ജീലാനി ദിനമാണല്ലോ. ഈ മുഹയ്യിദ്ദീൻ മാല ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ മുഹയ്യിദ്ദീൻ മാലയുടെ ആദ്യത്തെ ഏതാനും വരികൾ ബറക്കത്തിനായി ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്ത് മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ സ്മരിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നാളെ നമുക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ മുഹയ്യിദ്ദീൻ മാല ഓതുന്നതിൻ്റെ ഇടയിൽ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് എന്ന ആ ഒരു ജവാബിൻ്റെ വരികളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ഏറ്റുചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ആലം മൂടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർക്കീളെ ആയോവർ. ചൊല്ല് ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. എല്ലാ കീളയിലും വൻകീള ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദവർ തായും ബാവയും ആണോവർ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ബാവമുദുവിന് ഖുതുബായി വന്നോവർ വാനം ആദേഴിലും കേളി മികച്ചോവർ. ഇരുന്ന ഇരുപ്പിന്നെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളിയെന്നോവർ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. മുഹീദ്ദീൻമാല അത് ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. കേരള സാഹിത്യത്തിൽ തന്നെ നമുക്ക് പകരം വെക്കാനില്ലാത്ത വാക്കുകളും ശൈലിയുമാണ് ഈ മുഹീദ്ദീൻമാലയിൽ മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു തആല അവരുടെയൊക്കെ കൂടെ നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കടക്കാൻ പടച്ചവൻ തൗഫീഖ് തരട്ടെ, ആമീൻ. അപ്പോൾ മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് രചനകൾ നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഹീദ്ദീൻമാല. പിന്നെ മറ്റൊന്നാണ് ഖുത്ബിയ്യത്ത്. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും നമ്മൾ നടത്തിയിട്ടുണ്ടാകും ഖുത്ബിയ്യത്ത്, അല്ലേ? അത് മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി ഹിജ്റ 1040 തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ജനിച്ച മഹാനാണ്. ഹിജ്റ 1112 വഫാത്തായതാണ്. കീഴക്കര പള്ളിയുടെ ചാരയാണ് മഹാനവകളുടെ ഖബറുള്ളത്. മഹാനവകളാണ് ഖുത്ബിയ്യത്ത് രചിച്ചത്. അതുപോലെ തന്നെ മുഹീദ്ദീൻ റാത്തീബുണ്ട്, ഒരുപാടുണ്ട്. മുഹീദ്ദീൻ മൗലിദുണ്ട്. അങ്ങനെ മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അനുസ്മരണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് രചനകൾ നടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖ് ജിലാനി തങ്ങളുടെ കൂടെ നമുക്കും സ്വർഗ്ഗത്തിൽ കടക്കാനും അവരെപ്പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും അവർ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനും റബ്ബ് തആല തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബയോഡാറ്റ നമ്മൾ വ്യാഴാഴ്ചത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പം അന്ന് കേൾക്കാത്ത ആളുകൾ ആരെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഖാദിർ എന്നാണ്. മഹാൻ ജനിച്ചത് ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്നു ജീലാനി എന്ന് പറഞ്ഞാൽ ജീലാനിൽ, ആ ജീലാൻ എന്ന പ്രദേശത്ത് ആ ഗ്രാമത്തിൽ ജനിച്ച ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഹിജ്റ 470 മഹാനവകൾ ജനിക്കുന്നത്. അതായത് ക്രിസ്താബ്ദം 1077 റമദാൻ 1 ജനിക്കുന്നത്. അവിടെയൊക്കെ വലിയ അത്ഭുതമുണ്ട്. അതായത് റമദാനിൻ്റെ പകലിൽ കുട്ടി പാല് കുടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അത്ഭുതം നടന്നു എന്നാണ്. റമദാനിൻ്റെ പകലിൽ കുട്ടി പാല് കുടിക്കൂല, രാത്രി ആയാലാണ് പാല് കുടിക്കുക. അതായത് ആ ഒരു റമദാനിൻ്റെ ചൈതന്യം ചെറുപ്പം മുതലേ അല്ലാഹു തആല മഹാനവകൾക്ക് കൊടുക്കുകയാണ്. പിതാവിൻ്റെ പേര് സയ്യിദ് അബൂ സ്വാലിഹ് മൂസ എന്നാണ്. മാതാവിൻ്റെ പേര് ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ്. ഉമ്മാടെ വാപ്പാടെ ചരിത്രം തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തുക. കാരണം ദിക്റുൽ അംബിയായ ഇബാദാവ ദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ് എന്നാണ്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പറ്റി പറയുന്നത് അത് ഇബാദത്താണ്. പിന്നെയോ ഈ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ അതുപോലെയുള്ള ആളുകളെ പറ്റി പറയും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അതുകൊണ്ട് പറയട്ടെ, മഹാനായ
മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ ഉമ്മ അവരുടെ ജീവിത ചരിത്രം തന്നെ വലിയ ഖൈറാൻ. അതായത് ഈ പിതാവ് ഒരിക്കൽ സയ്യിദ് സ്വാലിഹ് അബൂ മൂസ എന്നവരെ വലിയ വിശപ്പ്, ഒരുപാട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഇങ്ങനെ ഒരു പുഴയുടെ വരിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പുഴയിൽ ഇങ്ങനെ ഒരു ആപ്പിൾ എന്ന് പറയുന്നുണ്ട്, ഏതോ ഒരു ഫലം, ഒരു പഴം ഇങ്ങനെ ഒഴുകി വരുന്നു. മഹാനവരുടെ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ പുഴയിലേക്ക് ഇറങ്ങി ആ പഴം എടുത്ത് മഹാനവകൾ കഴിച്ച് വയറ്റിലെത്തി. കഴിച്ച് കഴിഞ്ഞാണ് ഓർക്കുന്നത്, പടച്ചോനെ ഇത് ആരുടെ തോട്ടത്തിൽ നിന്ന് വന്നതായിരിക്കും, ഈ പഴം ഞാൻ കഴിച്ചു, ഇതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ലല്ലോ. അവരുടെയൊക്കെ ചിന്ത എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ചിന്ത എവിടെ? നമുക്ക് ഒരെണ്ണം കൂടി കിട്ടിയാലെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരെണ്ണേ ഒഴുകി വന്നുള്ളല്ലോ, ഇനിയും വന്നെങ്കിൽ എന്തായിരുന്നു എന്ന് നമ്മൾ കാത്തിരിക്കുന്നവരാണ്. പക്ഷെ അവർ ആ അല്പം ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ, ആ പഴം കഴിച്ചപ്പോൾ തന്നെ പഠിച്ചു ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടില്ലല്ലോ എന്ന ഒരു ചിന്ത വരികയും മഹാനവകൾ ആ പുഴയെ വക്കിലൂടെ ഇങ്ങനെ തിരിച്ചു നടക്കുമ്പോൾ ആ പഴങ്ങളുള്ള വിശാലമായൊരു തോട്ടം കണ്ടു. ആ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ്? എൻ്റെ പേര് സയ്യിദ് അബൂ സ്വാലിഹ് മൂസ എന്നാണ്. ആയിക്കോട്ടെ, എന്താണ് സംഭവം? അപ്പോൾ പറഞ്ഞു, ആ വൃദ്ധനായ മനുഷ്യനോട്, ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, അതായത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ, നല്ല വിശപ്പുണ്ടായി, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഒരു പഴം ഒഴുകി വരുന്നതായി കണ്ടു. അത് ഞാൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാണ് ഇതിൻ്റെ ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ തോട്ടമാണെന്ന് മനസ്സിലാക്കി നിങ്ങളോട് ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടി, അത് കഴിച്ചത് പൊരുത്തപ്പെടണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ തോട്ടക്കാരനായ ആ വൃദ്ധനായ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ കൊള്ളാലോ, അള്ളാഹനെ സൂക്ഷ്മതയോടുകൂടി നോക്കുന്ന ആളാണ്, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളാണ്, ഇവൻ തന്നെ പറ്റിയ ആൾ. അപ്പോൾ തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, ഞാൻ പൊരുത്തപ്പെട്ടു തരാം, പക്ഷേ ഞാൻ പറയുന്ന വർഷക്കാലം മുഴുവനും ഈ തോട്ടത്തിൽ നിങ്ങൾ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യണം. അതൊരു വലിയൊരു പരീക്ഷണമായിരുന്നു എന്നാണ്. മഹാനവറുകൾ ആ തോട്ടക്കാരൻ പറഞ്ഞ കാലം എത്രയും അവിടെ ജോലി ചെയ്തു. ആര്? മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ. എന്നിട്ട് ആ പറഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ ഈ തോട്ടക്കാരൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വർഷം കഴിഞ്ഞു, ഞാൻ അന്ന് കഴിച്ച ആ പഴത്തിൻ്റെ ആ പൊരുത്തം എനിക്ക് തരണം. അപ്പോൾ പറഞ്ഞു, ഞാൻ പൊരുത്തം തരാം, പക്ഷെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്താണ്? എൻ്റെ മോളെ നിങ്ങൾ വിവാഹം കഴിക്കണം. കല്യാണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ മോൾക്കൊരു പ്രശ്നമുണ്ട്. അവൾക്ക് 2 കണ്ണുണ്ട്, പക്ഷെ കാഴ്ചയില്ല. 2 ചെവിയുണ്ട്, കേൾവിയില്ല. ആവും പല്ലൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കൂല. അവൾക്ക് 2 കൈയുണ്ട്, കൈക്ക് ബലക്ഷയമാണ്. കാലുണ്ട്, നടക്കാൻ പറ്റൂല. അപ്പോൾ ചോദിച്ചു, പറച്ചോനെ ഇല്ലാത്തൊരു പരീക്ഷണത്തിലാണ്. പെണ്ണാണ്, അതൊരു മാംസകഷ്ണമല്ലേ? കാരണം നമ്മൾ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു നല്ല വാക്കോ ഒരു ചിരിയോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ കാണാൻ പറ്റും ഒന്നും നേടിത്തരാത്ത ഒരു പെണ്ണിനെയാണോ ഞാൻ വിവാഹം കഴിക്കേണ്ടത്? മഹാനവറുകൾക്ക് ഭയങ്കര വിഷമമായി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും എന്ന് വിചാരിക്കുകയും ഞാൻ ആ കഴിച്ചുപോയ ആ ഭക്ഷണം, ആ പഴം, എപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചുപോയ ആ പഴം, അതിൻ്റെ പൊരുത്തം കിട്ടുമെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് ആ പഴം കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകണ്ടല്ലോ എന്ന് ചിന്തിച്ച് മഹാനവറുകൾ അങ്ങനെ വിവാഹം കഴിച്ചു. ആദ്യത്തെ രാത്രിയിൽ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ റൂമിൽ സുന്ദരിയായ ഒരു പെണ്ണിരിക്കുന്നു. കണ്ണുണ്ട്, അതുപോലെ തന്നെ ചെവി കേൾക്കാം, സംസാരിക്കാം, കൈയുണ്ട്, കാലുണ്ട്, ഒരു കുഴപ്പമില്ല. ഉടൻ തന്നെ ഈദ് മൂസ സ്വാലിഹ് എന്നവർ പുറത്തേക്ക് ചാടിയെന്നാണ്. എന്നിട്ട് ആ തോട്ടക്കാരനോട് പോയി പറഞ്ഞു, നിങ്ങളുടെ മകൾ അവളല്ല ആ റൂമിലുള്ളത്. കാരണം ഇപ്പോൾ റൂമിലുള്ള പെണ്ണിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, അവർ സംസാരിക്കുന്നു. നിങ്ങളുടെ മകൾക്ക് കാഴ്ചയും കേൾവിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, ശരിയാണ്, അതെൻ്റെ മോള് തന്നെയാണ്. എൻ്റെ മോൾക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? ഹറാമ് കണ്ട കണ്ണ് അവൾക്കില്ല, ഹറാമ് കണ്ട ചെവിയില്ല, അതുകൊണ്ടാണ് കേൾവിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഹറാം അവൾ വായ കൊണ്ട് പറഞ്ഞിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല, ഹറാമിലേക്ക് നടന്നിട്ടില്ല. ശുദ്ധമായ പ്രകൃതിയുള്ള പെണ്ണാണ്, ശുദ്ധ ശരീരമുള്ള പെണ്ണാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മഹാനായ ഈ അബൂ സ്വാലിഹ് മൂസ എന്ന മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പാക്ക് സന്തോഷമായി. അങ്ങനെ ആ ദാമ്പത്യ വല്ലരിയിലാണ്, ആ സൂക്ഷ്മതയുടെ തഖ്വയുടെ ആ ദാമ്പത്യ വല്ലരിയിലാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജനിക്കുന്നത്. അല്ലേ? കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ മക്കളൊന്നും ഉണ്ടായില്ല. ഫാത്തിമ എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഉമ്മയുടെ പേര്. ഈ ഫാത്തിമ എന്നവർക്ക് 60 വയസ്സുള്ളപ്പോഴാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നതെന്നാണ്. അപ്പോൾ അവിടെയും പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുത്തു. അപ്പോൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ധാരാളം വരും. ഇതൊരു വലിയൊരു പാഠമാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള വലിയ പാഠം, വലിയ പരീക്ഷണങ്ങൾ വരും. പരീക്ഷ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു. പിന്നെ സംരക്ഷണം ഏറ്റെടുത്തത് ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയുടെ വാപ്പയാണ്, വല്ലുപ്പയാണ്. ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായി. വിശപ്പും ദാഹവും അതുപോലെ തന്നെ പട്ടിണിയും ഒക്കെ ഉണ്ടായെന്നാണ്. അതുപോലെ തന്നെ ഈ പഠിക്കാൻ വേണ്ടി പോയ സമയമുണ്ട്. 18 വയസ്സുവരെ പഠിക്കാനൊന്നും പോയിട്ടില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കുന്നത് പോലെയൊക്കെ നടന്നു. നമ്മൾ നടക്കുന്ന പോലെ ഹറാമായ കാര്യങ്ങളൊന്നുമല്ല. അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും അപ്പോഴും ചെയ്തിട്ടില്ല. എപ്പോഴും മനസ്സിലിങ്ങനെ ഒരു അള്ളാഹ് എന്നുള്ള ചിന്തയായിരുന്നു ചെറുപ്പത്തിലെ മഹാനായ ജീലാനി ഷെയ്ഖിനുണ്ടായിരുന്നത്. അങ്ങനെ തൻ്റെ
33 വർഷം, 18 വയസ്സ് മുതൽ 33 വർഷക്കാലം പഠനകാലമായിരുന്നു ഞാൻ. പിന്നീട് കർമ്മരംഗത്തേക്ക് 40 വർഷം ദഅവത്ത് നടത്തി ഞാൻ. പിന്നെയോ ബാഗ്ദാദിൽ ജീവിച്ചത് 73 വർഷക്കാലമാണ്. അതുപോലെ തന്നെ മഹാനവറുകളുടെ വഫാത്ത് നടക്കുമ്പോൾ മഹാനവറുകൾക്ക് 91 വയസ്സുണ്ടായിരുന്നു. ക്രിസ്താബ്ദം ഹിജ്റ 561, ക്രിസ്താബ്ദം 1165 റബീഉൽ ആഖിർ 11 മഹാനവറുകൾ വഫാത്താകുന്നത്. ഇന്നും ഖബർ ഇവിടെയുണ്ട്, ഇറാഖിലെ ബാഗ്ദാദിൽ മഹാനവറുകളുടെ ഖബറുണ്ട്. അല്ലാഹു തആല അവരൊക്കെ മദദ് കൊണ്ട്, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ, ആമീൻ. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അത്ഭുതമാണ് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെ? മഹാനവറുകളുടെ പ്രസംഗം, വല്ലാത്ത പ്രസംഗം. അതായത് പ്രസംഗത്തിൻ്റെ ആ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആളുകളെ ആകർഷിപ്പിക്കുക മാത്രമല്ല, കരയിപ്പിക്കുന്ന പ്രസംഗമാണ്. ഇപ്പം ഞാനൊക്കെ എത്രയോ ക്ലാസ് എടുക്കുന്നു, എനിക്ക് കരയാൻ പറ്റുന്നില്ല. എൻ്റെ പ്രസംഗം കേട്ട് ആരൊക്കെ കരയുന്നു അല്ലാഹു ആലം. അപ്പോൾ മഹാനവറുകളൊന്നും വാ തുറന്നാൽ തന്നെ നരകത്തിൻ്റെ കാര്യം, സ്വർഗത്തിൻ്റെ കാര്യം, അള്ളാഹിനെ പറ്റിയും മഹ്ശറെ പറ്റിയൊക്കെ പറയുമ്പോൾ ആളുകളിങ്ങനെ കണ്ണീരൊലിക്കുകയാണെന്നാണ്. അന്നത്തെ കാലത്ത് മെയ്ക്ക് സംവിധാനമില്ല. ഓരോ സദസ്സിലും പ്രസംഗം കേൾക്കാൻ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ കറാമത്തൊക്കെ അവിടെ കാണാൻ പറ്റും. അതായത് ഞാനിപ്പോൾ പറയുന്നത് മുമ്പിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്നത് പോലെ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ജിലാനി തങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ മുമ്പിലിരിക്കുന്ന ആൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ തന്നെ ആ സദസ്സിൻ്റെ ഏറ്റവും പുറകിലുള്ള ആളും കേൾക്കുമെന്നാണ്. അപ്പം അങ്ങനെ അല്ലാഹു തആല വലിയ ഒരുപാട് കറാമത്തുകൾ കൊടുത്തിരുന്നു എന്നാണ്. കറാമത്തുകൾ ജീവിതത്തിൽ ഒരുപാടുണ്ട്. മഹാനവറുകൾ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുണ്ടെന്നല്ല, ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. 40 മക്കളുണ്ടായിരുന്നു എന്നാണ്. അതിൽ 30 മക്കൾ മഹാനവറുകളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയെന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പല അസുഖങ്ങളും വന്നു, രോഗങ്ങളും വന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഓരോ മനുഷ്യന്മാർ വന്നിട്ട് സംസാരിച്ചിട്ട് മഹാനവറുകളുടെ ആ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയൊക്കെ നോക്കിയ പിശാജ് വേഷന്മാർ വന്നിട്ട് മഹാനവറുകളുടെ ഈമാനിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്താനൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മഹാനവറുകൾ വിജയിച്ചു എന്നാണ്. അപ്പോൾ നമ്മളും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണം ഉണ്ടാകും. പലപ്പോഴും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പല വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഉണ്ടാവരുത്. അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താ? വിശുദ്ധമായ ഖുർആൻ പാരായണം നിത്യമാക്കിയിരുന്നു, ഖുർആൻ നിത്യമായി ഓതിയിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധമായ നമസ്കാരങ്ങൾ, സുന്നത്ത് ഫർളായ നിസ്കാരങ്ങൾ കൃത്യമാണ്. ദിക്ർ ഔറാദുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കും. ജീവിതത്തിൽ വലിയ ക്ഷമയാണ്, എപ്പോഴും ക്ഷമിക്കും. അതുപോലെ തന്നെ സ്വതക്കകൾ ഒരുപാട് കണ്ടു കൊടുക്കും. സ്വതക്ക എന്ന് പറഞ്ഞാൽ വാരിക്കോരി സ്വതക്ക കൊടുക്കുമെന്നാണ്. പിന്നെ മറ്റുള്ളവരോട് കരുണ ചെയ്യുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം നമ്മുടെയും ജീവിതമാക്കുമ്പോഴാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കുക. അല്ലാതെ വെറുതെ കുറച്ച് മുഹൈദ്ദീൻ മാല മാത്രം ഓതി പോയിട്ട് കാര്യമില്ല. അത് ഓതുന്നതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ജീവിതം നമ്മുടെയും ജീവിതമാക്കി മാറ്റാൻ, അവർ ചെയ്തതുപോലെ പല കാര്യങ്ങളും നമ്മളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊക്കെ അവരുടെ മുരീദന്മാരായി മാറുക, അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെപ്പറ്റി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അവരോടൊപ്പം അല്ലാഹു തആല സ്വർഗത്തിൽ കിടത്തട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.